സകല ആർപ്പാടങ്ങളോടും കൂടി ഞാൻ നടത്തി തരുവേ കല്യാണം. വേണ്ട. 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ അവകാശം പറഞ്ഞ് ഇവിടെ ആരും വരണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവർ നിന്റെ അമ്മയല്ലേ? ജന്മം നൽകിയതുകൊണ്ട് മാത്രം അമ്മയാവോ? നടന്നതല്ല അവര് പറഞ്ഞല്ലോ. അവരെന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഈ കല്യാണം നടത്താൻ വേണ്ടി തള്ളി പറയാൻ മാത്രം ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്ത്? മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളറിയാലോ. തൽക്കാലം അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ കോവിലകത്ത് തമ്പുരാട്ടിയാവണം. എങ്കിൽ കേട്ടോളൂ, പിറന്നൊന്ന് ഉപേക്ഷിച്ചു പോയ കോവിലകത്ത് തമ്പുരാട്ടിയുടെ മോളായിട്ട് ഈ കല്യാണത്തിന് ഞാൻ ഒരുക്കമല്ല. കുതിരക്കാരന്റെ മോളായിട്ട് സ്വീകരിക്കാനുള്ള സന്മനസ്സുണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കാം. വരട്ടെ. കുട്ടി ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്തിനാ? നായന്റെ മകൻ എത്തിയിട്ടുണ്ട്. എന്താ എന്നിട്ട് ഇങ്ങോട്ട് വരാത്തത്? ഇക്കാര്യത്തിൽ അച്ഛനുമായിട്ടൊക്കെ വരുന്ന അവനൊരു നാണം. അതുകൊണ്ടാ. എടുക്കനാ, വിട്ടുമിടുക്കൻ, സുന്ദരനാ. കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ. കുട്ടിയെ നോക്കണ്ട. കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല. കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്തെങ്കിലും ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത സ്ട്രിങ്ങാ. നീയായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാടൻ കുടുങ്ങിയ മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാടോന്ന്. എന്റെ പോലെ ഇങ്ങനെ ഒന്നുമല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോന്ന് പോയി. അച്ഛനെ കിടന്ന് ഉറങ്ങാ? പൊടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റക്കെടുത്തിട്ടാ വന്നത്. ഇല്ല, ഉറങ്ങി ഉറങ്ങാ. ഞാൻ ഉദ്ദേശിച്ചത് അല്ല, അത് പിന്നെ അവിടെയാണ്. അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. എന്താണ് തോന്നുന്നു? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റുകൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാ താനും നോക്കണോ? ഒന്ന് നിന്നേ. അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വില പിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ. എവിടെ? അവിടെ. എവിടെ? ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു പ്രമോഷൻ വേണ്ടോ? ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ. ഇറങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോ ഇറങ്ങാൻ? വഴി ഞാൻ കാണിച്ചത് അവിടെ. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായാനെ. ഇല്ലടാ അവിടെ. അയ്യോ, അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവനെവിടെ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്നെ കുളിക്കരുതെന്ന് തോന്നിവാസം പറയുന്നു. ക്ഷമിക്കണം, ഞാൻ ഒന്ന് ഞാൻ തുണി മാറുമ്പോ ഇയാള്
മിസ്റ്റർ മുകളിലത്തെ നില പുരുഷന്മാർക്ക് പ്രവേശനമല്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. കള്ളൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറി നിർത്തിയെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. ഓ, നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ടന്റെ അപ്പനാടാ പുല്ല. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെയാണെന്നുള്ള വിവരം ഞമ്മക്കറിയോ? അയ്യോ കൂട്ടുകാരാ, അയ്യോ ഞാനുള്ള ഒരു ലോകവുമില്ല. ഇമ്മാതിരി കുരുത്തകൾ കളിച്ചോനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതിൽ എടുക്കാൻ വേണ്ടത്. പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരാ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. വിളിച്ചാണല്ലോ കണ്ടേ ശ്രീലംബാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. പുറത്താക്കാൻ വരട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത് വെച്ച് പറ്റില്ല. ഡാനിയലേ, ഏത് നായ്ക്കൊരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ അവിടെ ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. അണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നിർത്താൻ കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ശബ്ദം ഉണ്ടാക്കില്ല. ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂട് തന്നെ. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൽ. നല്ല പറ. അർദ്ധരാത്രി മതില് ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റ് കൊള്ളാൻ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണുമല്ലോ. എന്നിട്ടും വേണോ ഇളക്കാം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ തന്നെ 3 ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ. ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ. പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ലേ
ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? അയ്യോ, ചാലുകൈ കുളിർക്കുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീണ്ടത് ആലുവ പുഴയിൽ അമ്പുജാക്ഷിമാർ. ഞാൻ പറയാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാൽ അത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരം ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ആഹാ, ഒരു കവിത പോലുണ്ട് ഈ സ്ഥലം. നമുക്ക് കുറച്ചു നേരം ആ തണലിൽ പോയിരിക്കാം. വരൂ. അതെ, അയ്യോ തോക്ക്. വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാം കൂടി എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിക്കാം. എങ്കിൽ ഇത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യണ്ട. അതാ നല്ലത്, അതാ നല്ലത്. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്. പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ അത്? നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ഇരുന്ന് വെക്കാം. അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കുവോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരാക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വേണ്ട, നമ്മൾ എടുത്ത് ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത്, ഒരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഉത്തരവാദിത്തമില്ലാത്ത നായ്ക്കൾ. മറ്റുള്ളവർ കാണുന്നിടത്ത് വലിച്ചെറിയാനല്ല ആയുധങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. ഒളിപ്പിച്ചു വെച്ചിരുന്നതാ. അതെ, പിന്നെ എങ്ങനെ അവരത് കണ്ടു? അത് നമ്മൾ കൊണ്ടുവന്ന അതേ കിഴവന്മാര്. നിന്നെയാണ് ഞാനത് ഏൽപ്പിച്ചത്. നീ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. സ്റ്റേറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ആൾക്കാരെ വിട്ടുകിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ പല പ്രമുഖന്മാരെയും ലൗലാൻഡിന്റെ മറവിൽ നമ്മളോട് കൊണ്ടുവന്നത്. അവരെ ആയുധങ്ങൾ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം നമ്മൾ ദൗത്യത്തിലേക്ക് നീങ്ങണം. യെസ്, അവരെ ബന്ദികളാക്കി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മുടെ ആൾക്കാരെ വിട്ടുതരാൻ. അതിനായി ഒരു പിക്നിക്കിനെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവരെ നമ്മൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ, 2 ചോട്ട കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത 2 പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ.
ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ ഉച്ചക്കഞ്ഞി